നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ സംസ്കാരം ഇന്ന്. രാജ്യാന്തര ബിസിനസ് സമ്മേളനങ്ങളുടെ ഇഷ്ടവേദിയായി ദുബായ്. ഉച്ചകോടികൾ മിച്ചം കോടികൾ. ഫ്യൂച്ചർ മ്യൂസിയം ക്യാമ്പിൽ അതിഥികളായി സ്പേസ് ഹീറോസ്. UAE-യിൽ ഗെയിം കളിച്ചു നേടാം 10 വർഷ വിസ. രാജ്യത്തെ ആദ്യ ഗെയിമിംഗ് വിസ സ്വന്തമാക്കി അദ്നാൻ മയാസി. ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ പുരസ്കാരത്തിന് അപേക്ഷിക്കാം. സൗദിയിൽ കിങ് അബ്ദുൽ അസീസ് പാർക്കിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഏറ്റവും കൂടുതൽ ചൂട് കുവൈറ്റിൽ. ജൂലൈ അവസാനത്തോടെ ചൂട് വീണ്ടും കൂടും. മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ്. കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ സംസ്കാരം ഇന്ന്. കുവൈറ്റ് അബ്ബാസിയയിൽ ഫ്ളാറ്റിൽ അഗ്നിബാധയിൽ വിഷപ്പുക ശ്വസിച്ച് മരിച്ച തലവടി നീരേറ്റുപുറം മുളയ്ക്കൽ മാത്യൂസ് വർഗീസ് മുളയ്ക്കൽ, ഭാര്യ ലിനി ഏലിയാമ്മ, മക്കളായ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഐറിൻ റേച്ചൽ മാത്യൂസ്, 4ാം ക്ലാസ് വിദ്യാർത്ഥി ഐസക് മാത്യൂസ് മുളയ്ക്കൽ എന്നിവരുടെ സംസ്കാരം ഇന്ന് നടന്നു. പുലർച്ചെ 5:30 മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചു. 1 പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം സംസ്കാരം നടത്തി. അവധിക്ക് നാട്ടിൽ വന്ന ശേഷം ഇക്കഴിഞ്ഞ 19 മാത്യൂസും കുടുംബവും വൈകിട്ട് 5 മണിക്ക് നാട്ടിൽ നിന്നും കുവൈറ്റിൽ തിരിച്ചെത്തി. യാത്രാക്ഷീണം മൂലം ഇവർ നേരത്തെ തന്നെ ഉറക്കത്തിലേക്ക് പോയിരുന്നു. ഈ നേരത്ത് 9 മണിയോടെയാണ് ഫ്ളാറ്റിൽ അഗ്നിബാധ ഉണ്ടായത്. ചൊവ്വാഴ്ച നാട്ടിലെത്തിച്ച മൃതദേഹങ്ങൾ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, കുവൈറ്റ്. രാജ്യാന്തര ബിസിനസ് സമ്മേളനങ്ങളുടെ ഇഷ്ടവേദിയായി ദുബായ്. ഉച്ചകോടികൾ മിച്ചം കോടികൾ. ദുബായിൽ രാജ്യാന്തര ബിസിനസ് ഉച്ചകോടികൾക്ക് വേദിയൊരുക്കി. അതുവഴി വരുമാനവും വിനോദസഞ്ചാര വികസനവും നേടി ദുബായ്. വർഷത്തിന്റെ ആദ്യ പകുതി പിന്നിടുമ്പോൾ 175 രാജ്യാന്തര ബിസിനസ് സമ്മേളനങ്ങളുടെ ആതിഥേയത്വമാണ് ദുബായ്ക്ക് ലഭിച്ചത്. വിവിധ രാജ്യങ്ങളുമായി മത്സരിച്ചാണ് ദുബായ് ഉച്ചകോടികളുടെ വേദി നേടിയെടുത്തത്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സമ്മേളനങ്ങളിൽ മാത്രം 92,000 വിദേശ പ്രതിനിധികളെയാണ് ദുബായ് പ്രതീക്ഷിക്കുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ലഭിച്ച ബിസിനസ് സമ്മേളനങ്ങളുടെ എണ്ണത്തിൽ 24% വർധനയാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ രാജ്യാന്തര കോൺഫറൻസുകൾ, മീറ്റിംഗുകൾ എന്നിങ്ങനെ വിവിധ നിലവാരത്തിലുള്ളവയുണ്ട്. ദുബായിയുടെ സാമ്പത്തിക വിനോദസഞ്ചാര വളർച്ചയിൽ ബിസിനസ് സമ്മേളനങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് CEO അഹമ്മദ് അൽ ഖാജ പറഞ്ഞു. രാജ്യാന്തര സമ്മേളനങ്ങൾക്ക് ആതിഥ്യം വഹിക്കാനുള്ള ദുബായിയുടെ ശേഷിയെ ലോകം ഇപ്പോൾ കൂടുതലായി അംഗീകരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മീറ്റിംഗുകൾ ചേരാനുള്ള ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യം, ഗതാഗത സൗകര്യം, സുരക്ഷ തുടങ്ങിയ ഘടകങ്ങൾ രാജ്യാന്തര തലത്തിൽ ദുബായ്ക്ക് വലിയ സ്വീകാര്യതയാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഫ്യൂച്ചർ മ്യൂസിയം ക്യാമ്പിൽ അതിഥികളായി സ്പേസ് ഹീറോസ്. കുട്ടികൾക്കായി ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം ഒരുക്കുന്ന ഫ്യൂച്ചർ ഹീറോസ് വേനൽക്കാല ക്യാമ്പിൽ അതിഥികളായി UAE-യുടെ അടുത്ത ബഹിരാകാശ സഞ്ചാരികളായ മുഹമ്മദ് അൽ മുല്ലയും നോറ അൽ മദ്രൂഷിയും. ബഹിരാകാശ സഞ്ചാരത്തിനും ഗവേഷണത്തിനും പുതിയ തലമുറയിൽ ആവേശമുണർത്താൻ ലക്ഷ്യമിട്ടാണ് ഇരുവരും എത്തിയത്. ബഹിരാകാശ യാത്രയ്ക്ക് മുന്നോടിയായി നടക്കുന്ന കഠിന പരിശീലനം, വരാൻ പോകുന്ന ബഹിരാകാശ യാത്ര, ബഹിരാകാശ യാത്രയിലെ യാഥാർത്ഥ്യങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ വിശേഷങ്ങൾ കുട്ടികളുമായി പങ്കുവച്ച ശേഷമാണ് ഇരുവരും മടങ്ങിയത്. കുട്ടികളിലെ പുതിയ ആശയങ്ങൾക്ക് ചിറകു നൽകുന്നതിനും ഭാവനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ചുറ്റുമുള്ള ലോകത്തെ പരിചയപ്പെടുത്തുന്നതിനും വിവിധ സെഷനുകൾ ഉൾപ്പെട്ടതായിരുന്നു വേനൽക്കാല ക്യാമ്പ്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. UAE-യിൽ ഗെയിം കളിച്ചു നേടാം 10 വർഷ വിസ. രാജ്യത്തെ ആദ്യ ഗെയിമിംഗ് വിസ സ്വന്തമാക്കി അദ്നാൻ മയാസി. ക്ലാസ്സിൽ ഒന്നാമനായി ജയിക്കണമെന്നില്ല. കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ചു നടന്നാലും UAE-യിൽ 10 വർഷ വിസ ലഭിക്കും. കമ്പ്യൂട്ടർ ഗെയിം കളിച്ച് രാജ്യത്തെ ആദ്യ 10 വർഷ ഗെയിമിംഗ് വിസ സ്വന്തമാക്കിയിരിക്കുകയാണ് പലസ്തീൻ സ്വദേശി അദ്നാൻ മയാസി. കമ്പ്യൂട്ടർ ഗെയിമിന് മുന്നിൽ ജീവിതം സമർപ്പിച്ച ഒരു ഗെയിമർക്ക് ദുബായ് നൽകിയ ആദരം. മികച്ച ഗെയിമിംഗ് സംസ്കാരം വളർത്തിയെടുക്കലാണ് അദ്നാന്റെ സ്വപ്നം. അതുവഴി സമൂഹത്തെ സ്വാധീനിക്കുക. ഈ മേഖലയിലെ ഒരു വിശ്വസ്ത നാമമായും ഇതിനോടകം അദ്നാൻ മാറിക്കഴിഞ്ഞു. ഗെയിമിംഗ് രംഗത്ത് പുതിയ കണ്ടുപിടുത്തങ്ങളിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധ. രാജ്യാന്തര കമ്പ്യൂട്ടർ ഗെയിം മത്സരങ്ങൾക്കും ദുബായ് വേദിയാണ്. പുതിയ ഗെയിം ഡെവലപ്പിംഗ് കോഴ്സുകൾ ദുബായിൽ ഇപ്പോൾ ലഭ്യമാണ്.
മികച്ച പ്രതിഭകളെ കണ്ടെത്തുക, മികച്ച ഗെയിം ആശയങ്ങൾ രൂപീകരിക്കുക, മികച്ച സാങ്കേതിക വിദ്യ രൂപപ്പെടുത്തുക എന്നിവയാണ് ഈ മേഖലയിൽ 2033 ആവുമ്പോഴേക്കും യാഥാർത്ഥ്യമാക്കാൻ ദുബായ് ലക്ഷ്യമിടുന്ന പദ്ധതികൾ. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഗെയിമിംഗ് വിസ അനുവദിച്ചത്. ഇതിനായി രാജ്യാന്തര കമ്പനികളെയും സർവകലാശാലകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സഹകരിപ്പിക്കും. ദുബായിയുടെ ക്രിയേറ്റീവ് മേഖലയെ പരിശോഭിക്കുന്നതിന് ആവശ്യമായ പ്രതിഭകളെ ഇവിടെ പിടിച്ചു നിർത്തുകയാണ് ഗെയിമിംഗ് വിസയിലൂടെ ലക്ഷ്യമിടുന്നത്. എഴുത്തുകാർ, ചിന്തകർ, സാഹിത്യ പ്രതിഭകൾ, കലാപ്രതിഭകൾ തുടങ്ങി വിവിധ തരങ്ങളിലുള്ളവരെ വിസയിലേക്ക് പരിഗണിക്കും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ പുരസ്കാരത്തിന് അപേക്ഷിക്കാം. പുസ്തക പ്രസാധകർക്കും വിവർത്തകർക്കുമായി വർഷം തോറും നൽകുന്ന ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ അവാർഡിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 31. ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വിജയികളെ പ്രഖ്യാപിക്കും. മികച്ച ഇമ്രാത്തി പുസ്തകം, മികച്ച അറബിക് നോവൽ, മികച്ച രാജ്യാന്തര പുസ്തകം, മികച്ച പ്രസാധകർ എന്നീ വിഭാഗങ്ങളിലാണ് അവാർഡ്. രാജ്യാന്തര വിഭാഗത്തിൽ മൊത്തം 1 ലക്ഷം ദിർഹത്തിന്റെ അവാർഡാണ് നൽകുന്നത്. ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച ഫിക്ഷൻ, നോൺ ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന കൃതികൾ അവാർഡിന് നൽകാം. 3 വിഭാഗത്തിലായി 75,000 ദിർഹത്തിന്റെ അവാർഡാണ് പ്രസാധക മേഖലയിൽ നൽകുന്നത്. ബെസ്റ്റ് ലോക്കൽ പബ്ലിഷർ, ബെസ്റ്റ് അറബ് പബ്ലിഷർ, ബെസ്റ്റ് ഇന്റർനാഷണൽ പബ്ലിഷർ എന്നീ വിഭാഗങ്ങളിലാണ് അവാർഡ്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ഷാർജ. സൗദിയിൽ കിങ് അബ്ദുൽ അസീസ് പാർക്കിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഗ്രീൻ റിയാദ് പദ്ധതിയുടെ ഭാഗമായി സൗദി അറേബ്യയുടെ സ്ഥാപകൻ അബ്ദുൽ അസീസ് രാജാവിന്റെ നാമധേയത്തിൽ പുതിയ പാർക്ക് വരുന്നു. റിയാദിലെ പ്രധാന പാർക്കുകളിലൊന്നായ കിങ് അബ്ദുൽ അസീസ് പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി റിയാദ് സിറ്റിയിലെ റോയൽ കമ്മീഷൻ ഡയറക്ടർ ബോർഡ് അറിയിച്ചു. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ശുപാർശ പ്രകാരമാണ് സൽമാൻ രാജാവ് പാർക്കിന് കിങ് അബ്ദുൽ അസീസ് പാർക്ക് എന്ന് പേരിടാൻ നിർദ്ദേശം നൽകിയത്. 43 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പാർക്ക് നിർമ്മിക്കുന്നത്. നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കാൻ 36 മാസമെടുക്കും. പാർക്കിനെ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്നതിനാൽ നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എളുപ്പത്തിൽ പാർക്കിൽ എത്തിച്ചേരാൻ സന്ദർശകർക്ക് സാധിക്കും. കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, പ്രിൻസസ് നൂറ യൂണിവേഴ്സിറ്റി എന്നിവ അടക്കമുള്ള പ്രധാന സ്ഥാപനങ്ങൾക്ക് സമീപമാണ് എന്നത് പാർക്ക് എത്തുന്നത്. ഗ്രീൻ റിയാദ് പദ്ധതി സൗദി ഗ്രീൻ ഇനിഷ്യേറ്റീവിന്റെ ലക്ഷ്യങ്ങളും മലിനീകരണവും പൊടിയും കുറയ്ക്കുന്നതിനും വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി രാജ്യത്തിനകത്ത് 10 ബില്യൺ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന സൗദി വിഷൻ 2030 ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും സഹായിക്കുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. ഏറ്റവും കൂടുതൽ ചൂട് കുവൈറ്റിൽ. ജൂലൈ അവസാനത്തോടെ ചൂട് വീണ്ടും കൂടും. മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ്. മേഖലയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന രാജ്യങ്ങളിലൊന്നായ കുവൈറ്റിൽ ഈ മാസം അവസാനത്തോടെ ചൂട് വീണ്ടും കൂടുമെന്ന് കാലാവസ്ഥാ അധികൃതർ അറിയിച്ചു. കുവൈറ്റിലെ കാലാവസ്ഥാ വിദഗ്ധർ ഇസ്സ റമദാനെ ഉദ്ധരിച്ച് പ്രാദേശിക ദിനപത്രമായ അൽ ഖബസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ജൂലൈ അവസാന വാരത്തിൽ രാജ്യത്തെ താപനില ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കാലയളവിൽ കുവൈറ്റിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഇറാഖിലും ഈ വർഷത്തെ ഏറ്റവും തീവ്രമായ ചൂടും സൗരവികിരണവും അനുഭവപ്പെടുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ കാലയളവിൽ ഹീറ്റ് സ്ട്രോക്കുകൾ, രക്തസമ്മർദ്ദം ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടത് പ്രധാനമാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആളുകൾ ആവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. പുറത്തിറങ്ങുന്നവർ ശരീരത്തിൽ നേരിട്ട് വെയിൽ കൊള്ളാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം. വാഹനങ്ങളുടെ ടയറുകൾ, എഞ്ചിനുകൾ, വീട്ടിലെ എയർ കണ്ടീഷണറുകൾ എന്നിവ പരിശോധിച്ച് തകരാറുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്താനും അദ്ദേഹം നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, കുവൈറ്റ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.